ഇതിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോട് തന്നെ നാം തുടർന്നുള്ള അല്പസമയങ്ങൾ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, നമ്മളെ സംതൃപ്തരായി മടക്കി അയക്കേണ്ടതിന് പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 107 സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഇതേ ഭാഗം തന്നെ വായിച്ചു. എന്നാൽ അന്ന് ആ വിഷയം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഇന്ന് ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മതി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാർപ്പാൻ തക്ക ഒരു പട്ടണമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചോളൂന്നൂടെ. പാർപ്പാൻ തക്ക പട്ടണത്തിനു വേണ്ടി ശ്രമം നടത്തിയ ജനം, എന്നാൽ അവരെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തെ നമ്മൾ കണ്ടത്, പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം അവരെ, അങ്ങനെയെങ്കിൽ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലണമെങ്കിൽ ഞാൻ കണ്ടെത്തിയാൽ പറ്റത്തില്ല, ദൈവം നടത്തിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാകേണ്ടത്, എൻ്റെ പരിശ്രമം കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. പരിശ്രമിക്കേണ്ടതെന്നല്ല അതിൻ്റെ ആശയം, ദൈവത്തെ ഒഴിവാക്കി നിർത്തിയുള്ള എൻ്റെ പരിശ്രമം. 127-ാം സങ്കീർത്തനത്തിൽ പലരും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. യഹോവ വീട് പണിയാതിരുന്നാൽ, അടുത്തത് യഹോവ പട്ടണം കാക്കാതിരുന്നാൽ, അപ്പോൾ എല്ലാം ആര് ചെയ്തോളും എന്നാണോ ആ വാക്യത്തിൻ്റെ അർത്ഥം? അല്ല. അലസന്മാർ പലരും ആ വാക്യം എടുത്തേച്ച് പറയും, ദൈവം എല്ലാം ചെയ്തോളുമല്ലോ, ദൈവമല്ലേ വീട് പണിയുന്നത്, ദൈവമല്ലേ പട്ടണം കാക്കുന്നത്, ഞാനെന്തോ വേണം. ആ വചനം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ കാണാൻ കഴിയുന്നത്, ദൈവത്തെ കൂടാതെ ഞാൻ ചെയ്യുന്ന പരിശ്രമമൊക്കെ പരാജയമാണ്. ഞാൻ അധ്വാനിക്കരുതെന്നല്ല, വേദപുസ്തകം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. വേദപുസ്തകം എപ്പോഴും പറയുന്നത് നമ്മൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം, ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമുക്കറിയാം, യേശു കർത്താവ് 33 വർഷം ഈ ഭൂമിയിലായിരുന്നപ്പോൾ അലസനായിട്ടൊന്നും ഇരുന്നിട്ടില്ല. യേശു എപ്പോഴും ആക്റ്റീവായിരുന്നു. വേദപുസ്തക ചരിത്രം എടുത്ത് പഠിച്ചാൽ ഓരോ ഭക്തന്മാരുടെയും ആ യാത്ര ജീവിതം പഠിച്ചാൽ അവരൊക്കെ ആക്റ്റീവാണ്. അവരെപ്പോഴും ഏത് കാര്യത്തിന് മുന്നിട്ട് നിൽക്കുക. അവരെയൊക്കെ കർത്താവ് ഉപയോഗിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിയേ ചെയ്യരുത്. എനിക്ക് കഴിവുണ്ട്, എനിക്കറിവുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പലതും പ്ലസ് ഒത്തിരി പറയാനുണ്ട്, എൻ്റേതും കൊണ്ട് ഇറങ്ങിത്തിരിച്ചാൽ പരാജയമാണ്. എന്നാൽ എൻ്റെ കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, വേണ്ടാന്ന് പറയുന്നില്ല, അതോടൊപ്പം ദൈവത്തെ കൂടെ നിർത്തുക. ഞാൻ ആ ഭാഗത്തേക്ക് വേഗത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. പാർപ്പാൻ തക്ക പട്ടണത്തിന് വേണ്ടി ഇവരന്വേഷണം നടത്തി. പക്ഷെങ്കിൽ അവിടെ വായിച്ചത്, പാർപ്പാൻ തക്ക പട്ടണം കണ്ടെത്തിയില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു, പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം നടത്തി. ഇതിനിടയ്ക്കൊരു ഭാഗം കൂടെ ഞാനൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. അധ്വാന ഫലം കാണുന്നില്ല എന്ന് കാണുമ്പോൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ ഒന്നും ഒരു ഫലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസാന പോയിന്റിൽ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന്, പ്രശ്നം വരുമ്പോൾ അതോ ഇതോണം നിലവിളിച്ചോണം. ഒരുപക്ഷെ നമുക്ക് അബദ്ധം പറ്റി, പാർപ്പാൻ തക്ക പട്ടണത്തിന് വേണ്ടിയൊക്കെ ഞാൻ ഒത്തിരി അധ്വാനിക്കുന്നു, എൻ്റെ കൈയുടെ ഫലം, എൻ്റെ അധ്വാന ഫലം, എൻ്റെ ആ കഴിവ്, ഇതെല്ലാം ഞാൻ എടുത്തിട്ട് എനിക്കൊരു റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. ഇതൊരു നല്ല മാതൃകയാണ്. ഇവർ ചെയ്തത്, ആ പ്രശ്നം വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട്
നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന്, അങ്ങനെയെങ്കിൽ കഷ്ടതയിൽ വിളിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ വേഗത്തിൽ നമ്മുടെ പോയിന്റിലേക്ക് കയറി വരാൻ ആഗ്രഹിക്കുകയാണ്. പാർപ്പാൻ തക്ക പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവം. ഈ ഏത് ഗ്രൂപ്പിനോടാണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് വിശദീകരിച്ചതാണ്. എങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട് 3-ാം വാക്യം വായിച്ച്. ദേശങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ഈ സങ്കീർത്തനം പഠിച്ചു വന്നാൽ ഏതാണ്ട് 4 ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നമ്മൾ ആ ഭാഗത്തേക്ക് ഇറങ്ങി വരും. ഈ 1-ാം ഗ്രൂപ്പ് വീണ്ടെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിലും സ്വയമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ പാർപ്പാൻ തക്ക പട്ടണത്തിന് വേണ്ടി അലഞ്ഞവരാണവർ. എന്നാൽ ദൈവം പറയുകയാണ്, പാർപ്പാൻ തക്ക പട്ടണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. പാർപ്പാൻ തക്ക പട്ടണത്തിൽ എത്തേണ്ടിടത്ത് എത്തിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ഒന്നുകൂടെ കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളത് വിശ്വസിച്ചുകൊണ്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് കഴിയും. ഞാൻ എവിടെ വരെ എത്തണം അവിടെ വരെ ദൈവം എത്തിക്കും. ആരും പരിമിതിപ്പെടുത്തരുത്. എൻ്റെ കുഞ്ഞ് ഇത്രയും വരെ ആകത്തുള്ളൂ. അല്ല, ദൈവത്തിന് അവരെ അതിൽ ഉയർത്താൻ പദ്ധതി ഉണ്ടെങ്കിലോ. നമ്മൾക്ക് പലപ്പോഴും പല കാൽക്കുലേഷൻ വെച്ചാൽ പറയുന്നത്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അറിവ്, അവരുടെ ബുദ്ധി, ഒത്തിരി കാര്യം വെച്ച് പറയും, ഓ എന്തുവാ പഠിച്ചാൽ ഇന്നത് വരെ. അല്ല, ദൈവത്തിന് അവരെ അതിലപ്പുറം എത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലോ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് മാതാപിതാക്കൾ അങ്ങ് പ്രാർത്ഥിച്ചു വേണം. അവർക്ക് എത്താൻ കഴിയുന്നൊരു ഉയരമുണ്ട്. ദൈവം കണ്ടൊരു ഉയരമുണ്ട്. അവിടെ വരെ ദൈവം അവരെ എത്തിക്കട്ടെ. പാർപ്പാൻ തക്ക പട്ടണത്തിൽ അവരുടെ ബെസ്റ്റ് ഫ്യൂച്ചർ, അവരെവിടം വരെ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അവിടം വരെ എത്തിക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് വീണ്ടെടുക്കപ്പെട്ടവർ ആരാധിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, എൻ്റെ ദൈവം പാർപ്പാൻ തക്ക പട്ടണത്തിൽ എന്നെ കൊണ്ടെത്തിക്കും. എന്നാൽ ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസവും ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു. അവിടെ ഒരു പ്രത്യേക പദം നമ്മളവിടെ കാണുന്നുണ്ട്. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവർ ദൈവം നടത്തുന്ന വഴി എങ്ങനത്തെ വഴിയാണ്? ചൊവ്വയുള്ള വഴിയാണ്, ശരിയായ വഴിയാണ്, റൈറ്റ് വേയാണ്. എന്നാൽ പലപ്പോഴും ഈ ദൈവം നടത്തുന്ന വഴി ചൊവ്വയുള്ള വഴിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളൊക്കെ പിറുപിറുത്തിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്, ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ അങ്ങ് നടത്താമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവഴിയാണോ നടത്തുന്നത്? ഇതാണോ കർത്താവേ റൈറ്റ് വേ? ഞാൻ കഷ്ടപ്പെടുകയല്ലേ, രോഗം എന്നെ വിട്ടുമാറുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. കർത്താവേ നീ നടത്തുന്നെന്ന് പറയുന്നു, പക്ഷെങ്കിൽ ഈ വഴി ചൊവ്വയുള്ള വഴിയാണോ? ഇതാണോ കർത്താവേ ശരിയായ വഴി? ചോദിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ചോദിച്ചു കാണുമല്ലോ, ഇതാണോ ശരിയായ വഴി? എന്നാൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നെ പാർപ്പാൻ തക്ക പട്ടണത്തിൽ കൊണ്ടെത്തിക്കാനാണെങ്കിൽ ദൈവം നടത്തുന്ന വഴി റൈറ്റ് വേയാണ്. എത്ര പേർക്ക് അതോർത്തൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവം എന്നെ നടത്തുന്നത് ശരിയായ വഴി കൂടെ. പക്ഷെ എനിക്കത് മനസ്സിലാകത്തില്ല. എനിക്ക് പലപ്പോഴും ഇത് മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ ആ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴാണ്, ലക്ഷ്യത്തിലെത്തുമ്പോഴേ എനിക്ക് മനസ്സിലാകാനൊക്കത്തുള്ളൂ ഇത് ശരിയായ വഴിയാണ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച വഴിയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. എങ്കിലും ഇത് ഒന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17ഉം 18ഉം കൂടെ വായിച്ചോളൂ. യഹോവ ജനത്തെ വിട്ടയച്ച ശേഷം ഒരു മിനിറ്റ് നിർത്തണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഫെലിസ്ത്യരുടെ ദേശത്തൂടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റ് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി ആർക്കും അറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിനറിയാൻ മേലാത്ത കാര്യമുണ്ടോ? മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് പോകാനുള്ള എളുപ്പവഴി ഇവർക്കറിയാം, നാട്ടുകാർക്കറിയാം, ഫറവോനറിയാം, മോശയ്ക്കറിയാം. ഇതിലുപരി ഇതാർക്കും അറിയാം? ദൈവത്തിനറിയാം.
പക്ഷെ ദൈവം എന്തോ ചെയ്തില്ല, ദൈവം കൊണ്ടുപോയില്ല. ന്യായമായ ചോദ്യം. കർത്താവേ, എളുപ്പവഴിയുണ്ട്, എളുപ്പവഴി കൂടെ എത്രയോ പേര് പോകുന്നു, ഒരു പ്രശ്നവുമില്ലാത്ത വഴി കൂടെ പലര് പോകുന്നു. എന്നെ എന്താ കർത്താവ് ഈ എളുപ്പവഴി കൂടെ കൊണ്ടുപോകാതെ? 18-ാം വാക്യം ഒന്ന് വായിച്ചോ. ആ മതി. അങ്ങനെയൊക്കെ ദൈവം നടത്തിയ വഴി ഏതാ? അല്ലല്ല, നമ്മുടെ വിഷയത്തിലേക്ക് കയറി വരണം. നമ്മൾ ധൈര്യത്തോടെ പറയണം, ചുറ്റി നടത്തുമ്പോഴും എന്താ പറയണം? ഇതാ ജോയുള്ള വഴി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ചുറ്റിക്കുന്ന വഴിയെ നോക്കിക്കൊണ്ട് പറയണം, ദൈവം നടത്തുന്നത് ചൊവ്വയുള്ള വഴിയിലാണ്. എൻ്റെ മാനുഷിക ബുദ്ധിക്ക് ഇത് ചുറ്റല. എൻ്റെ ബുദ്ധിക്ക് ഞാൻ നോക്കിയപ്പോൾ എളുപ്പവഴിയുണ്ട്, എളുപ്പവഴി കൂടെ എനിക്ക് പോകാം. പക്ഷെങ്കിൽ ദൈവമേ, ഈ എളുപ്പവഴി കൂടെ നടത്താതെ എന്തിനാ ചുറ്റിക്കുന്നത്? ഞാൻ വീണ്ടും ആ ഭാഗം പറഞ്ഞോട്ടെ. ഈ എളുപ്പവഴി നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ദൈവം അതുവഴി എന്നെ നടത്താതെ എന്നെ ദൈവം ചുറ്റിക്കുമ്പോൾ ആ ചുറ്റൽ, ഓരോ ചുറ്റലിലും പറഞ്ഞോണം, ഞാൻ നടക്കുന്നത് ചൊവ്വയുള്ള വഴിയിലാണ്. യെസ്, ഹല്ലേലൂയ. സ്തോത്രം പറയാൻ അല്പം ബുദ്ധിമുട്ട് കാണും, ഉൾക്കൊള്ളാൻ പ്രയാസം കാണും. എന്നാൽ വചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ചുറ്റിക്കുന്ന വഴിയാണെങ്കിലും അത് ചൊവ്വയുള്ള വഴിയെന്ന് എൻ്റെ ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ട്, ദൈവമേ, ഈ വഴിക്കായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യെസ്, ഹല്ലേലൂയ. തിരിച്ചൊരു കാര്യം കൂടെ പറഞ്ഞോണം, കർത്താവേ, എളുപ്പവഴി കൂടെ നടത്താത്തതിനായും സ്തോത്രം. പെട്ടെന്ന് കാര്യം പലതും സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥന, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ, ഏലിയാവിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും ഇഷ്ടം. മറുപടി അന്നേരം എനിക്ക് കിട്ടണം, നല്ലത്. പക്ഷെങ്കിൽ ദൈവത്തിന് ഓരോ പർപ്പസ് ഉണ്ടല്ലോ. എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം എനിക്ക് തൊട്ടുന്ന അടുത്ത സെക്കൻഡേ എനിക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതുപോലും എനിക്ക് കാണാൻ കഴിയത്തില്ല, അറിയാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ എൻ്റെ അവസാനം വരെ അറിയുന്നൊരു ദൈവമുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, ഓരോ കോഴ്സിനൊക്കെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് എന്തോ കൊണ്ടുണ്ടോ? കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചല്ല പലരും ചേർക്കുന്നത്, അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ പലരും കുഞ്ഞുങ്ങളെ ഏതെങ്കിലും കോഴ്സിന് വിടുന്നതിൻ്റെ റീസൺ തന്നെ എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അത് ചാൻസ് ഉള്ള കോഴ്സാണ്, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ആ കുഞ്ഞിന് ചിലപ്പോൾ അതിനകത്തൊട്ടും ടേസ്റ്റ് കാണത്തില്ല. ചിലതിനെയൊക്കെ നിർബന്ധിച്ചങ്ങ് വിടുക. മാതാപിതാക്കളുടെ വീട് പറഞ്ഞോട്ടെ, കുഞ്ഞുങ്ങൾ അവർക്കിഷ്ടമുള്ളൊരു ഫീൽഡ് പറഞ്ഞാൽ അവിടോട്ട് അവരെ വിടുക, അവരവിടെ സക്സസ് ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ നിർബന്ധത്തിന് വേണ്ടി പഠിച്ച് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കുമെന്നേ ഉള്ളൂ. ഇനി ഏറ്റവും ഉപരി അവരുടെ നിഷ്ഠ മാത്രമല്ല, ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, എൻ്റെ കുഞ്ഞ് ഏത് കോഴ്സിലാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ഫ്യൂച്ചർ നോക്കിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്കെന്തോ ഫ്യൂച്ചർ അറിയാം? നാളെ എന്തോ സംഭവിക്കുമെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും? നമുക്കറിയത്തില്ല. ഇന്ന് യോഗം കഴിഞ്ഞ് എന്തോ സംഭവിക്കും നമുക്കറിയാൻ നോക്കൂ? ഒന്നും വേണ്ട. മഴ പെയ്യുമോ നമുക്കറിയാമോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, യോഗം കഴിയുമ്പം കർത്താവേ മഴ പെയ്യരുത്. പക്ഷെ മഴ പെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് തീർത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ആരംഭത്തിൽ തന്നെ എൻ്റെ അവസാനത്തെ അറിയുന്നൊരു ദൈവമുണ്ടല്ലോ. ആ ദൈവം നടത്തുന്ന വഴി നല്ല വഴിയെന്ന് പറയാൻ തയ്യാറായിക്കോണം. അത് ചിലപ്പം ചുറ്റലുള്ള വഴിയാകാം, മരുഭൂമി കൂടെയുള്ള വഴിയാകാം, കടൽ തീരത്തോടുള്ള വഴിയാകാം, പ്രശ്നങ്ങളുള്ള വഴിയാകാം. പക്ഷെങ്കിൽ ഏത് വഴിയാണേലും ഞാൻ പറഞ്ഞോണം, എൻ്റെ ദൈവം നടത്തുന്നത് ശരിയായ വഴിയിലാണ്. കാരണം പാർപ്പാൻ തക്കൊരു പട്ടണത്തിൽ ഞാൻ ചെല്ലണം. ഞാൻ ചെന്നെത്തേണ്ട ഒരിടം എൻ്റെ കർത്താവിൻ്റെ മനസ്സിലുണ്ട്. അവിടെ ഞാൻ എത്തിച്ചേരണമെങ്കിൽ ഈ ദൈവം നടത്തുന്ന വഴി, ആ ശരിയായ വഴി, അത് ചുറ്റലാണെങ്കിലും കർത്താവെ, ആ വഴിക്കായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. 17-ാം വാക്യത്തിൽ ഈ എളുപ്പവഴിയെക്കുറിച്ച് ഒരു പ്രത്യേക പദം കൂടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാലും 17. വഴി അടുത്തത് എന്ന് പറഞ്ഞാൽ എളുപ്പവഴി എങ്കിലും മതി. നമ്മൾ കാര്യങ്ങൾ ദൈവസന്നിധി വളരെ ഗൗരവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണം. എളുപ്പവഴിയുണ്ട്, അടുത്ത വഴിയുണ്ട്, പെട്ടെന്ന് പോകാവുന്ന വഴിയുണ്ട്. എന്നാൽ ദൈവം കൊണ്ടുപോകാത്തതിന് ചില കാരണങ്ങളുമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയാം. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ
ഈ ദൈവം ചോദിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പ്ലാൻ അറിയാതെ ഈ എളുപ്പവഴി കൂടെ കൊണ്ടുപോകാത്തതിനെ ഓർത്ത് കുറ്റം പറയുക. എളുപ്പവഴി കൂടെ കൊണ്ടുപോകാഞ്ഞതിൻ്റെ കാരണം എന്നാ? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അവിടെ യുദ്ധമുണ്ട്. അതായത് ഈ അതിർത്തി രക്ഷാ സേനകൾ അവിടെ ഉണ്ട്, പട്ടാളമുണ്ട്. ഇവരതുവഴി പോയാൽ പട്ടാളക്കാർ ഇവരെ തിരിച്ചോടിച്ചാൽ ഇവർ ഓടുന്നത് എങ്ങോട്ടാണ്? മിസ്രൈമിലേക്കാണ്. വീണ്ടും ചെന്ന് അടിമയാവും. അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ജനം വീണ്ടും അടിമത്തത്തിലേക്ക് പോകാതിരിക്കാനാണ് ദൈവം എളുപ്പവഴി കൂടെ കൊണ്ടുപോകാഞ്ഞത്. മനസ്സിലാകുന്നുണ്ടല്ലോ? പെട്ടെന്ന് പല കാര്യങ്ങളും നടക്കാത്തതിൻ്റെ കാരണം എന്നാ? അടുത്ത വഴി കൂടെ പോയാൽ എനിക്ക് പെട്ടെന്ന് അവിടെ എത്താം, പക്ഷേ എന്നെ ദൈവം അതുവഴി കൊണ്ടുപോകാത്തതിൻ്റെ കാരണം എന്നാ? ദൈവത്തിന് അതിനകത്ത് എന്തോ പർപ്പസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ അടുത്ത വഴിയെ കാണത്തുള്ളൂ, എന്നെ വിടാതിരിക്കുന്നതേ കാണത്തുള്ളൂ. എന്നെ ആ എളുപ്പ വഴി കൂടെ വിടാതിരിക്കുന്നതിനും ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. നീ വീണ്ടും അടിമത്തത്തിലേക്ക് പോകാതിരിക്കാൻ, വീണ്ടും നീ താഴേക്ക് പോകാതിരിക്കാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് നീ പറഞ്ഞ എളുപ്പ വഴി കൂടെ നിന്നെ കൊണ്ടുപോകാതെ ചുറ്റിച്ച് നടത്തുന്നത് ലക്ഷ്യത്തിലെത്തിക്കാനാണ്. കൃപ, ദൈവകൃപ. ഇന്ന് പകൽ ആ ദൂത് ഞാൻ ആത്മാവിൽ ആവർത്തിച്ച് പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമാവും ശക്തമായി ആരോടൊക്കെയോ സംസാരിക്കുന്നു എന്നെൻ്റെ അന്തരാത്മാവിൽ എനിക്ക് ബോധ്യമുണ്ട്. ചില വഴി കൂടെ നിങ്ങളെ ചുറ്റിച്ച് നടത്തുന്നത് പാർപ്പാൻ തക്ക പട്ടണത്തിൽ എത്തേണ്ടതിന്. ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ നീ എത്തണമെങ്കിൽ ചില ചുറ്റലിക്കൂടെ പോകണം. എന്നാൽ വചനം പറയുന്നത് ചുറ്റലല്ല, അത് നേരെയുള്ള വഴിയാ, അത് ചൊവ്വയുള്ള വഴിയാ. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുത്ത് ദൈവത്തോട് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. കർത്താവേ, എന്നെ നടത്തുന്ന വഴിക്ക് അല്പം ചുറ്റലുണ്ടെങ്കിലും അതാണ് ശരിയായ വഴിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. എളുപ്പ വഴി കൂടെ നീ പോയാൽ ലക്ഷ്യത്തിലെത്തത്തില്ല, നീ മടങ്ങി വരും. ഇത് നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വഴികൾ ചൊവ്വയുള്ള വഴിയാണ്. 1-2 വാക്യങ്ങൾ ഞാൻ വേഗത്തിലൊന്ന് ഓർപ്പിക്കാം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. യെശയ്യാവ് 26:7. ദൈവത്തിൻ്റെ വഴിയുടെ പ്രത്യേകത ഒന്നുകൂടെ വായിച്ചോളൂ. നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു, നീ നീതിമാന്റെ പാതയെ. അങ്ങനെയെങ്കിൽ ഓർക്കണം, ദൈവത്തിൻ്റെ മക്കളുടെ നീതിയോടെ ജീവിക്കുന്ന നീതീകരിക്കപ്പെട്ട ദൈവമക്കളുടെ വഴി എങ്ങനെയുള്ളതാ? ചൊവ്വയുള്ള വഴിയാണ്. തീർന്നില്ല. നീ നീതിമാൻ്റെ, ദൈവം എൻ്റെ വഴിയെ നല്ലതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പോകുന്ന വഴി ദുർഘടമെന്ന് നിനക്ക് തോന്നെങ്കിലും, ചുറ്റലെന്ന് തോന്നെങ്കിലും, ഇതിനെ ആര് ക്ലിയറാക്കും? കർത്താവ് ക്ലിയറാക്കും. യെശയ്യാ പ്രവചനത്തിൻ്റെ മറ്റു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, എനിക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കും. അപ്പം ദൈവം എൻ്റെ മുമ്പിലുള്ള ആ വഴി, അല്ലെങ്കിൽ മോശമെന്ന് തോന്നുന്ന വഴിയെ ദൈവം ചൊവ്വാക്കും. വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നു. എന്തിനാ ദൈവം ഈ വഴി എന്നെ കൊണ്ടുപോകുന്നത്? ഞാൻ ലക്ഷ്യത്തിലെത്തണം. എനിക്കൊരു പട്ടണമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഭൂമിയിലും നമുക്കൊരു ലക്ഷ്യം കാണും, ദൈവം വെച്ചിട്ടുണ്ട് ഓരോ വ്യക്തിയെക്കുറിച്ചും. ഈ ഭൂമിയിൽ നിങ്ങളായിരിക്കുന്ന കാലത്ത് നിങ്ങൾ എന്താകണം, കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഒരു ലക്ഷ്യം ദൈവം വെച്ചിട്ടുണ്ട്. ഇതിലുപരി നിത്യതയിൽ എനിക്ക് വേണ്ടി ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. ഇത് പ്രാപിക്കാനായിട്ടാണ് ദൈവം എന്നെ ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്നതെങ്കിൽ, പലപ്പോഴും എൻ്റെ മുമ്പിലുള്ള വഴി ചൊവ്വയുള്ള വഴിയെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ പോലും, ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിൽ ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ട്, ദൈവം നടത്തുന്ന വഴി ചുറ്റലുള്ള വഴിയാണെങ്കിലും സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട്, കർത്താവേ, എന്നെ നടത്തുന്ന നല്ല വഴിക്കായി സ്തോത്രം. യെസ്, ഹല്ലേലൂയ. ജോസഫിൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചാലും ഇതൊക്കെ തന്നെയല്ലേ. 17-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി, മടങ്ങി വരാൻ പോയവനാ. ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് ആഹാരമൊക്കെ കൊടുത്ത് അവർ സന്തോഷത്തോടെ അത് ഭക്ഷിച്ച്, മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ, വീണ്ടും ഇതുപോലെ കാണും വരിക എന്നൊക്കെയുള്ള സ്വപ്നം കണ്ടോടെ ഇവൻ അങ്ങോട്ട് പോയത്. ചേട്ടന്മാർ ചെയ്തെന്തോ, ചെന്നപ്പോഴേ അവൻ്റെ ആഹാരം പിടിച്ചു മേടിച്ചു, വസ്ത്രം പറിച്ചുരിഞ്ഞു, പൊട്ടക്കുടിയിലും കിട്ടും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്, ആ ഭാഗം വായിച്ചു വരുമ്പം കാണാൻ കഴിയുന്നുണ്ട്. ഇവർ ഭക്ഷണത്തിനിരുന്നു. നമ്മുടെ വിഷയമല്ല എങ്കിൽ ഞാനൊരു ഇടയ്ക്കൊരു വാക്കെന്ന് പറഞ്ഞോട്ടെ. ജോസഫ് എവിടെ കിടക്കുക?
ഇവരെന്തോ ചെയ്യുക? ആഘോഷിക്കുക. ജോസഫിൻ്റെ സ്വപ്നത്തിൽ പോലും ഇതില്ല. ജോസഫ് ചിന്തിച്ച് ഇത്രയേ ഉള്ളൂ, ഈ ചേട്ടന്മാർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ഇടപാടാ, നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിരുന്നൊന്ന് കഴിക്കാം. ജോസഫ് പറയും വീട്ടിലുണ്ട്, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. എന്നാൽ ജോസഫിൻ്റെ ചിന്ത മുഴുവൻ എന്തുവാ? ചേട്ടന്മാരുടെ കൂടെ ഒന്നിച്ചിരുന്നൊരു ആഹാരം കഴിക്കാം. പക്ഷേ ഇപ്പം ജോസഫ് അവിടെ കിടക്കുക. അപ്പോഴും ഇവിടെ എന്തുവാ? കരയ്ക്കെന്തുവാ? ജോസഫിൻ്റെ സ്വപ്നമൊക്കെ പോയോ എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത ദർശനമല്ല, മാനുഷികമായി നമുക്കുണ്ടല്ലോ ഒരു കാൽക്കുലേഷൻ. ഈ ജോസഫിൻ്റെ വഴി ഒന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. ജോസഫ് പോയ വഴി പൊട്ടക്കുഴി, മിദ്യാന കച്ചവടക്കാരുടെ കൈ, പൊത്തിഫേറിൻ്റെ വീട്, കുണ്ടറ, അവസാനം എവിടെത്തി? രാജസിംഹാസനത്തിലെത്തി. ഇത് ചൊവ്വയുള്ള വഴിയാണോ? സ്തോത്രം ചെയ്ത് ഏറ്റെടുത്ത് പറയാമെങ്കിൽ പറഞ്ഞു, ഇതാ ചൊവ്വയുള്ള വഴി. നമ്മളെ സംബന്ധിച്ചോളം ചൊവ്വയുള്ള വഴി അതാ, ഹൈവേ കൂടെ നേരിട്ടങ്ങ് ചെല്ലുക, ഒറ്റ ദിവസം കൊണ്ടെത്തുക. ജോസഫിൻ്റെ സഹോദരന്മാർ മിസ്രൈമിൽ പോയത് അധികം ദിവസമൊന്നും എടുത്തില്ല. പക്ഷേ ജോസഫ് അവിടെ ചെല്ലാൻ 13 വർഷം എടുത്തു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതേത് വഴിയാ? ഇതാ ചൊവ്വയുള്ള വഴി. ചില പുട്ടക്കൊഴിയെ നോക്കിക്കൊണ്ട് പറയണം, ഇത് ചൊവ്വയുള്ള വഴിയാ, പട്ടണത്തിലെത്താനുള്ള വഴിയാ, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരനുഗ്രഹത്തിലെത്താനുള്ള വഴിയാ. ഈ പൊട്ടക്കുഴി കിടന്നുകൊണ്ട് നിലവിളിക്കരുത്, പിറുപിറുക്കരുത്, ദൈവത്തിനെതിരെ ഭോഷത്വം ആരോപിക്കരുത്. പകരം പറ, കർത്താവേ, മിദ്യാന കച്ചവടക്കാർ അവർ അരിശത്തോടായിരിക്കാം ജോസഫിനെ കൊണ്ടുപോകുന്നത്. നമുക്കറിയാമല്ലോ, മിദ്യാൻ ഒരു ഭാഗം ചിന്തിച്ചു വന്നാൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതാ. അവർക്കെപ്പോഴും ഇസ്രയേലിൻ്റെ യാക്കോബിൻ്റെ മക്കളോടൊരു വാശിയുണ്ട്. ഞങ്ങളുടെ അപ്പൻ അനുഭവിക്കേണ്ട അനുഗ്രഹമൊക്കെ ഇവന്മാരനുഭവിക്കുന്നു എന്നുള്ള വാശി മിദ്യാനിയർക്കുണ്ട്. ആ മിദ്യാനിയർ ഒരു ഇസ്രയേലിനെ കിട്ടിയാൽ വെറുതെ വിടത്തില്ല. അടിമയായി കിട്ടിയവനെ ഉപദ്രവിച്ച് കാണും, വലിച്ചഴച്ചു കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ജോസഫേ, ഈ വഴി ചൊവ്വയുള്ള വഴിയാ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ, ധ്യാനത്തോടെ ആ ചിന്തകൾ, ആ വചനങ്ങളൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകാമെങ്കിൽ ചില പൊട്ടക്കുഴിയെ നോക്കിക്കൊണ്ട് പറ, ഇത് ചൊവ്വയുള്ള വഴിയാ. ആ മിദ്യാന കച്ചവടക്കാരനെ അടിമയായി വലിച്ചഴച്ചു കൊണ്ടുപോകുന്നതും ചൊവ്വയുള്ള വഴിയാ. അവർ ആ അടിമച്ചന്തയിൽ കൊണ്ട് നിർത്തിയത് കൊണ്ടല്ലേ പൊത്തിഫേർ വിലയ്ക്ക് വാങ്ങിയത്. പൊത്തിഫേറിൻ്റെ വീട്ടിലേതും ചൊവ്വയുള്ള വഴിയാ. അവിടെ സംഭവിച്ചതും ചൊവ്വയുള്ള വഴിയിൽ നിന്നെ എത്തിക്കേണ്ടതിന് ദൈവം ഒരുക്കിയ ചില പദ്ധതികളാണ്. ഓ ഹല്ലേലൂയ. ചെയ്യാത്ത കുറ്റത്തിന് കുണ്ടറയിൽ കിടന്ന കാലവും ചൊവ്വയുള്ള വഴിയിലേക്ക് നിന്നെ നടത്താനുള്ള ചില ഒരുക്ക കാലയളവാണ്. ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കൾ ഏറ്റുപറ, കർത്താവേ, ചില കുണ്ടറയ്ക്കായി സ്തോത്രം, ചില കാരാഗ്രഹത്തിനായി സ്തോത്രം, ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ഓ ഹല്ലേലൂയ. ഞാൻ ചെയ്തിട്ടില്ലാത്ത തെറ്റ്, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്തുവെന്ന് ആരോപിച്ച് എന്നെ തെറ്റിദ്ധരിച്ചെങ്കിൽ അതും ചൊവ്വയുള്ള വഴിയാ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നമ്മളെയൊക്കെ അറിയാതെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. വിഷമിക്കല്ലേ, പകരം പറ, ചൊവ്വയുള്ള വഴി കൂടെ പോവുക. ദൈവത്തിന് എന്തോ പർപ്പസുണ്ട്. യെസ്, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ജോസഫിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടല്ലേ കുണ്ടറയിൽ പോയത്? കുണ്ടറയിൽ പോയോണ്ടല്ലേ സിംഹാസനത്തിലെത്തിയത്? അപ്പം ചില കാലത്തേക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ആരുടെയും മനസ്സിൽ കയറിയാലും സ്തോത്രം പറഞ്ഞു, ഇതേത് വഴിയാ? ചൊവ്വയുള്ള വഴിയാ. ഞാൻ എന്തെല്ലാം ചെയ്താലും കുറ്റം മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, നിങ്ങൾ പറ, ഇത് ദൈവം അറിയുന്നില്ലേ? നമുക്കൊരു ദൈവമില്ലേ? പറ, എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ പോകുന്നതും ഞാൻ ചെയ്യുന്നതൊക്കെ ആർക്കറിയാം? ദൈവത്തിനറിയാം. മറ്റു പലർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും, കുറ്റമേ ഉള്ളെങ്കിലും, തെറ്റിദ്ധാരണ ഉള്ളെങ്കിലും സ്തോത്രം പറഞ്ഞു പറ, ഇത് ചൊവ്വയുള്ള വഴിയാണ്. ഞാൻ പട്ടണത്തിലെത്താൻ പോവുക, ഞാൻ ലക്ഷ്യത്തിലെത്താൻ പോവുക, എന്നെ ലക്ഷ്യത്തിലേക്ക് നടത്താനായിട്ട് ദൈവം ഒരുക്കിയ വഴിയാണിത്.
യെസ്, ഹല്ലേലൂയ. ഈ വഴിയിൽ എന്തും സംഭവിച്ചോട്ടെ, പക്ഷെങ്കിൽ ഞാൻ പറയും ഇത് ചൊവ്വയുള്ള വഴിയാ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. പാർപ്പാൻ തക്ക പട്ടണത്തിലെത്താൻ ദൈവം ഒരുക്കിയ വഴിയാണിത്. യെസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കുന്നു, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, അങ്ങ് ഞങ്ങളെ നടത്തുന്ന വഴിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയം, ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും പിശാച് ഉള്ളി വന്നേച്ച് പറയും, നിനക്കെപ്പോഴും ഇതേ ഉള്ളൂ, നിനക്കെന്നും ചുറ്റലേ ഉള്ളൂ. പിശാചിൻ്റെ വാക്ക് കേൾക്കരുത്. യേശു കർത്താവ് പറഞ്ഞ വാക്കുണ്ടല്ലോ, അവൻ കള്ളനും അതിൻ്റെ പിതാവുമാണ്. കള്ളമേ പിശാച് പറയത്തുള്ളൂ. നിനക്കെന്നും ചുറ്റലേ ഉള്ളെന്ന് പറയുന്നെങ്കിൽ അത് കള്ളമാണ്. എന്നും മരുഭൂമിയാണ് ഉള്ളെന്ന് പറഞ്ഞെങ്കിൽ അത് വെറും ഭോഷ്ക. നിനക്ക് മരുഭൂമി മാത്രമല്ല, ദൈവം നടത്തുന്ന വഴി ഇതാണെന്ന് തിരിച്ചറിയുമ്പോൾ യെസ്, ഹല്ലേലൂയ. ചുറ്റലല്ലേ, പ്രശ്നമല്ലേ, കുറ്റപ്പെടുത്തലല്ലേ, ഒറ്റപ്പെടുത്തലല്ലേ, നിനക്കെന്നും അതല്ലേ ഇതല്ലേ എന്ന് പിശാച് പറയുമ്പോൾ ഇല്ല, ദൈവം എന്നെ നടത്തുന്ന ചൊവ്വയുള്ള വഴിയിലാണ്. വാ തുറന്നുറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞോണം. ചില നിരാശ വരുമ്പോൾ, ഇത്തരം ചിന്തകൾ ഉള്ളിൽ വരുമ്പോൾ പറയണം, ദൈവം എന്നെ നടത്തുന്നത് ചൊവ്വയുള്ള വഴിയിലൂടാണ്. ഞാൻ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം നടത്തുന്ന വഴിയായത്. യെസ്, ഹല്ലേലൂയ. അതിനുള്ള കൃപ പ്രാപിച്ചെടുത്തുകൊണ്ട് പിശാചിനോട് ഈ വാക്കൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പിശാച് ഇടയ്ക്കൊക്കെ വന്ന് സന്ധി സംഭാഷണം, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ അടുത്തുകൂടി ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദൈവമക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവസാന വാക്ക് നിങ്ങളുടേതായിരിക്കണം. എന്താ ഈ അവസാന വാക്കെന്ന് പറഞ്ഞാൽ, പിന്നിനി പിശാച് എന്നോടൊന്നും പറയാനിട വരല്ലേ. നമ്മൾ ഈ സംശയം പറയുമ്പം പുള്ളി പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാലും എന്നിട്ടും ഉറപ്പിച്ച് പറഞ്ഞോണം, ദൈവം നടത്തുന്ന വഴി. പിന്നെ മറുപടി ഒന്നുമില്ല, പുള്ളി വിട്ടുപോകും. അതേ പറഞ്ഞാൽ അവസാന വാക്ക് നമ്മുടേതായിരിക്കണം എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഉള്ളവരായിരിക്കണം. ഞാൻ പറഞ്ഞാൽ അതിനപ്പുറം ഇനിയും പറയണ്ട. ഈ ദിവസങ്ങൾ ആ കൃപ ഞാൻ ഏറ്റെടുത്തു, അഭിഷേകത്തിൻ്റെ ശക്തി ഞാൻ ഏറ്റെടുത്തു. അവസാന വാക്ക് നിങ്ങളുടേതായിരിക്കട്ടെ. പിശാചിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, എന്നെ നിരാശപ്പെടുത്താൻ നിന്നെ കൊണ്ടൊക്കത്തില്ല. നീ ഇത് ചുറ്റലുള്ള വഴിയാണെന്ന് പറയുന്നെങ്കിലും പക്ഷെങ്കിൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നത് ചുറ്റിക്കുന്ന വഴിയിലൂടെ അല്ല. എൻ്റെ ദൈവം എന്നെ നടത്തുന്നത് ചൊവ്വയുള്ള വഴിയിലാണ്. ശരിയായ വഴിയിലാണ് എൻ്റെ ദൈവം എന്നെ നടത്തുന്നത്. ആ വഴിയിലൂടെ ഞാൻ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. യെസ്, ഹല്ലേലൂയ. നമുക്ക് ആ വലിയ ആഗ്രഹത്തോട് ദൈവകരം കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കും. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞതിൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പൗലോസ് അപ്പോസ്തലനെ ഒരു വിചാരണ തടവുകാരനായി കൊണ്ടുപോകുന്നൊരു ചരിത്രം അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ തടവുകാരാണ്. ഈ ജയിൽ പുള്ളികളെ കോടതിയിൽ കൊണ്ടുപോകുന്ന യാത്രയാണ് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ കാണുന്നത്. കപ്പലിൻ്റെ ആൾക്കാരുണ്ട്, പിന്നെ പടനായകന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കൊള്ളക്കാരും കള്ളന്മാരും നല്ല ആൾക്കാരൊന്നുമല്ല ഇവരാരും. ഈ മനുഷ്യരെ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് പ്രൊട്ടക്ഷൻ വേണം, പോലീസ് പ്രൊട്ടക്ഷൻ, അന്നത്തെ പട്ടാളത്തിന് പ്രൊട്ടക്ഷൻ വേണം. ഇങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് കപ്പൽ തകർന്നത്. ചരിത്രമൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കാം, അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ അത്രയും വിശദീകരിക്കുന്നില്ല. ഇവർ ചെന്ന് കയറിയത് മെലീത്തായിലാണ്. 3 മാസം അവിടെ താമസിച്ചു. ഈ മെലീത്ത, ഞാൻ ചോദിച്ചോട്ടെ, ചൊവ്വയുള്ള വഴിയാണോ? നമ്മുടെ അഭിപ്രായത്തിൽ ഇത് ചൊവ്വയുള്ള വഴിയാണോ? അല്ല. മെലീത്തായി ചെന്ന് കയറിയത് തന്നെ എങ്ങനെയാ? കപ്പൽ തകർന്ന, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരു തകർച്ചയാ ഇവരെ എവിടെ എത്തിച്ചത്? തകർച്ച ചൊവ്വയുള്ള വഴിയാണോ? തകർച്ചയെ നോക്കിക്കൊണ്ട് നമ്മളെന്തോ പറയും? പിശാചിൻ്റെ മണ്ടയ്ക്ക് എല്ലാം കൊണ്ടങ്ങിടും. പിശാച് തകർത്തു. ദൈവം അറിയാതെ പിശാച് ഒന്നും ചെയ്യത്തില്ല. ഒരുപക്ഷെ തകർത്തത് പിശാചായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവം അനുവദിക്കാതെ തകർക്കുമോ? നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. പിശാചല്ല എന്തെങ്കിലും ചെയ്യുന്നത്, എൻ്റെ ദൈവം അനുവദിക്കാതെ പിശാചിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെങ്കിൽ തകർത്തത്, ഈ തകർച്ച നല്ല വഴിയാണ്. ഇനിയും അടുത്തത്, അവിടെ ചെന്ന് കയറിയപ്പോൾ പൗലോസ് അപ്പോസ്തലനുണ്ടായ അനുഭവം എന്തുവാ?
പാമ്പ് കടി. അത് ചൊവ്വയുള്ള വഴിയാണോ? മാനുഷികമായി ഇതൊന്നും ചൊവ്വയുള്ള വഴിയല്ല. പക്ഷെങ്കിൽ എന്തോ പറയണം, കപ്പൽ തകർത്തതും ചൊവ്വയുള്ള വഴി, മെലീത്തായിൽ നീന്തിക്കയറിയതും പാമ്പ് കടിച്ചതും 3 മാസം അവിടെ താമസിച്ചതും. അല്പം കൂടെ പറഞ്ഞോട്ടെ, ഇവരുടെ യാത്ര 3 മാസം ഡിലേ ആയി. ഉദ്ദേശ സമയത്ത് റോമിലെത്താൻ കഴിഞ്ഞില്ല. നമുക്കറിയാമല്ലോ, പല കാര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പം താമസിക്കുന്നതിനെ നോക്കിക്കൊണ്ട് പറ. എന്താ പറയണോ? എന്താ മടി പറയാൻ? ചില കാര്യങ്ങൾ താമസിച്ചതും ചൊവ്വയുള്ള വഴി കൂടെ പോകാനാ. 3 മാസം അവിടെ താമസിച്ചുകൊണ്ട് ഗുണമുണ്ടായോ? ഒരു ദ്വീപ് മുഴുവൻ മാനസാന്തരപ്പെട്ടു. മെലീത്ത ദ്വീപിനെ സുവിശേഷീകരിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് റോമിലേക്കുള്ള യാത്രയിൽ ചില തകർച്ച, ചില പാമ്പ് കടി, ചില കുറ്റപ്പെടുത്തൽ. പാമ്പ് കടിച്ചപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടെ വന്നേച്ചതാ പറയുന്നത്, ഈ ബാക്കി മുഴുവൻ പേര് നീതിമാന്മാരെ, ഈ ഒരൊറ്റ മനുഷ്യനെ ഉള്ളൂ തെറ്റുകാരൻ എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ കുറ്റപ്പെടുത്തൽ എല്ലാത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് പറയാൻ കഴിയും, ഇത് റൈറ്റ് വേ തന്നെയാ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ, എത്ര പേർക്ക് ചില തകർച്ചയെ നോക്കിക്കൊണ്ട് മറ്റുള്ളവരെയൊക്കെ പുകഴ്ത്തി പറയുമ്പോഴും എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നീ നിമിത്തം ആ കപ്പൽ തകർന്നത്, നീ കൊലപാതകൻ എന്ന് പറഞ്ഞപ്പോഴും പൗലോസ് അപ്പോസ്തലന് ഒരു കാര്യം അറിയാം, ഇത് ചൊവ്വയുള്ള വഴി തന്നെയാണ്. ഈ പാമ്പ് കടിച്ചതും മറ്റാരെയും കടിക്കാതെ എനിക്ക് മാത്രം ഈ അനർത്ഥം വന്നതും ഇത് ചൊവ്വയുള്ള വഴി തന്നെയാണ്. ആ മെലീത്ത ദ്വീപിൽ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ട് ദൈവം തന്ന ചൊവ്വയുള്ള വഴിയാണ്. അല്പം ഞാൻ എത്തേണ്ടിടത്ത് ലേറ്റായെങ്കിലും സാരമില്ല, ദൈവം നടത്തുന്ന വഴി ചൊവ്വയുള്ള വഴിയാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, നടത്തുന്ന ചൊവ്വയുള്ള വഴിക്കായി സ്തോത്രം. യെസ്, ഹല്ലേലൂയ. ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല, ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. ദൈവം നടത്തുന്നത് ചൊവ്വയുള്ള വഴിയില്ല. ഈ ചൊവ്വയുള്ള വഴിയാന്ന് ബോധ്യമാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഈ 8-ാം വാക്യം വായിച്ചേ. മതി. പാർപ്പാൻ തക്ക പട്ടണത്തിന് വേണ്ടി അന്വേഷണം നടത്തി, പക്ഷെ അവരെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഷ്ടത വന്നപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചൊവ്വയുള്ള വഴിയിലൂടെ എത്തിച്ചപ്പോൾ എന്തോ ചെയ്യണം? സ്തോത്രം ചെയ്യാൻ തയ്യാറായിക്കോണം. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങൾ, ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ ദൈവമക്കളെ നമുക്ക് കഴിയട്ടെ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കട്ടെ. എൻ്റെ കർത്താവ് ഒരു വഴി തുറന്നാൽ ലോകത്തൊരു ശക്തിക്കും അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം തുറക്കുന്ന വഴികൾ പലപ്പോഴും നമുക്ക് ചൊവ്വയുള്ള വഴിയെന്ന് തോന്നത്തില്ല, പക്ഷെങ്കിൽ അവസാനം മനസ്സിലാകും. ദൈവത്തോട് പറ, ആദ്യമേ മനസ്സിലാക്കാനുള്ള കൃപത. ഒരു നിമിഷം കണ്ണുകളടച്ചാണ്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാണ്ട്. യെസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, നടത്തുന്ന നല്ല വഴിക്കായി സ്തോത്രം. വാ തുറന്ന് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു. ചുറ്റലായിരിക്കാം, തകർച്ചയുണ്ടായിരിക്കാം, ചില കാരാഗ്രഹമായിരിക്കാം, ചില തെറ്റിദ്ധാരണകളായിരിക്കാം, ചില കുറ്റപ്പെടുത്തലുണ്ടായിരിക്കാം, പലരും കൂടെ ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം. ഇത് ചുറ്റലാണെന്നും തകർച്ചയാണെന്നും ആൾക്കാരാവശ്യമില്ലാത്തത് പറയുകയാണെന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ഒന്നും പോകാതെ പകരം ഇത്രയും പറ, കർത്താവേ, എന്നെ നടത്തുന്ന ശരിയായ വഴിക്കായി സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? നിങ്ങൾ വാ തുറന്ന് അത് തന്നെ അങ്ങ് പറഞ്ഞോ. ദൈവം നടത്തുന്ന നല്ല വഴിക്കായി സ്തോത്രം. ഞാൻ ഇപ്പോൾ പോകുന്ന വഴി നല്ല വഴിയാ. എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോകുന്ന ഈ നല്ല വഴിക്കായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്നെ നടത്തുന്ന വഴിയിലൂടെ ഞാൻ നടന്നാൽ ഞാൻ എത്തേണ്ടിടത്ത് എത്തുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കർത്താവേ, ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആ ബോധ്യത്തോട് അല്പസമയം സ്തോത്രം ചെയ്ത് വാ തുറന്ന് ഇങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞോ. നടത്തുന്ന വഴികൾക്കായി, നല്ല വഴികൾക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തെ ഞാൻ ഉയർത്തുന്നു. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാവിൽ നിയോഗിക്കുന്നവർ ഒരുമിച്ച് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കരയറ്റിക്കോ.
യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നടത്തുന്ന വഴി ചൊവ്വയുള്ള വഴിയാണെന്ന് കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നു. പലപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിയാതെ കർത്താവെ ഞങ്ങൾ നിരാശരാകുന്നു, ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നു, ഞങ്ങൾ പലതിനെയും പഴി പറയുന്നു. എന്നാൽ ഇന്ന് പകൽ വചനത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് ഓർപ്പിച്ച് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തിയ വചനത്തിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ മുറ്റുമായിട്ട് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. നമുക്കതിനു വേണ്ടി നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മളെ ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.